ஹலோ சார், இன்னைக்கு நான் ஆஃப். யாரு? அவினாஷ் சார். நான் இன்னைக்கு ஆஃப் சார். ஒரு நாள் வேலை பார்க்கணும் சொன்னா எப்படி சார்? சரி ஓகே சார். ஆஃப் ஒரு நிறைய கிடக்கு சமாளிக்க. சார், இதோ லாகின் பண்ணுறேன் சார். அதை லாகின் பண்ணுறேன் சார். சரி சார். ചുമ്മാ ഇന്ന് പണി എടുപ്പിക്കുന്നു. ഫസ്റ്റ് കസ്റ്റമർ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഇത് മോഡേൺ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി എന്ന് കോൾ വിളിക്കുമായിരുന്നു. നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സാറ് അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്യാൻ. വേറെ കോഴ്സ് ചെയ്യണമെന്നല്ലേ? ഓക്കെ. ഇപ്പം നമ്മുടെ കൂടെ അല്ലെങ്കിൽ അറിയാവുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി ആയാലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് റെഫർ ചെയ്യും. വളരെ സന്തോഷം. ഏതായാലും നമ്പർ സേവ് ചെയ്ത് വെച്ചോട്ടെ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആരും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഓഫീസും നമ്മുടെ സ്റ്റാഫുകളെ പരിചയപ്പെടാൻ പറ്റും. നമ്മുടെ പഠിപ്പിക്കുന്ന സിസ്റ്റത്തെ പറ്റി അറിയാൻ പറ്റും. ഓഫ് കോഴ്സ്. ഓക്കെ സാർ. ശരി. Interested. Next. Elisaga. Hello, good morning madam. ഇത് മോഡേൺ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിയിൽ നിന്ന് വിളിക്കുകയായിരുന്നു. മാഡം, പ്രൊഫഷണൽ കോഴ്സുകൾ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ BCom BBA ഒക്കെ എടുക്കണമെങ്കിൽ 6 മാസത്തെ കോഴ്സ് ഉണ്ട്. അത് നമ്മളിൽ കുറഞ്ഞ തുച്ഛമായ ഫീസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ മാഡം, ചേർന്നല്ലേ? ശരി. ഓക്കെ. താങ്ക് യു മാഡം. നോട്ട് ഇൻട്രസ്റ്റഡ്. I'm not also interested. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഇത് മോഡേൺ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വിളിക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. പ്രൊഫഷണൽ കോഴ്സുകൾ ഞാൻ സുഖമാണോ? സുഖമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യായിരുന്നു. ഓക്കെ. ഇത് വള്ളിയാണല്ലോ. വിളിച്ചു നോക്കാം. ഉള്ള വള്ളികളെല്ലാം നമുക്ക് തരും. അതും അവിനാഷ് നാറി.
ഹലോ സാർ, മോഡേൺ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വിളിക്കുകയായിരുന്നു. നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. നമുക്ക് BCom ഉണ്ട്, BBA അങ്ങനെയുള്ള BCA പോലത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. കൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഡിഗ്രി കോഴ്സുകളൊക്കെയാണ് 6 മാസത്തെ ഇതിലുണ്ട്. തുച്ഛമായ ഫീസ് നമ്മൾ ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും സാറിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഓഫീസ് കൊച്ചി, കടവന്ത്ര. പിന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലി 45,000 റുപ്പീസേ ഉള്ളൂ സാർ. യെസ് ഓൺലി 45,000 റുപ്പീസ്. സാറിന് വന്ന് അറിയാൻ പറ്റും. അല്ലേ ഇവിടെ പറഞ്ഞു സാർ. നാളെ രാവിലെ വന്നോളൂ. നമ്മൾ 9 മണി ഓപ്പൺ ചെയ്യാണ്. അതെ. ശരി സാർ, രാവിലെ വന്നോളൂ. നമ്മളവിടെ ഉണ്ട്, നമ്മൾ ഓഫീസിലുണ്ട്. യെസ് സാർ, ഉണ്ട് സാർ. സാർ പോരെ, നാളെ രാവിലെ വന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനെ പറ്റി അറിയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് കോഴ്സ് പഠിപ്പിക്കുന്നത്, ഏതൊക്കെയാണ് സിലബസ്, ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് പോകാൻ പറ്റും. സാർ വരൂ, തീർച്ചയായിട്ടും നാളെ രാവിലത്തേക്ക് പോരെ. ഓക്കെ സാർ, താങ്ക് യു സാർ. നീ എന്താ എടുക്കുക? ഇവിടെ നോക്ക്. അവിടെ കയറി എടുക്കുക. ഇവിടെ ഇരുന്നാ പോരെ. എന്ത് കേൾക്കാൻ, ആരോട് പറയാൻ? വഴി പോകോ. ഫോണേ കഴിവില്ലേ. ഹലോ സാർ, ദിസ് ഈസ് ഫ്രം മോഡേൺ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചിയിൽ നിന്ന് വിളിക്കുകയായിരുന്നു. നമുക്ക് പ്രൊഫഷണൽ കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. തുച്ഛമായ 6 മാസ കോഴ്സൊക്കെ ഉണ്ട്. സാറിന് ജോയിൻ ചെയ്യാൻ നമ്പറോ? നമ്മൾക്ക് ഔട്ട്സോഴ്സാണ് സാർ. നമുക്ക് നമ്പർ കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നമ്പറായിരുന്നു. ഇല്ല സാർ, ഇനി മേലെ വിളിക്കില്ല സാർ. ശരി സാർ. സാർ വിളിക്കണം സാർ. ശരി സാർ, വിളിച്ചു. അവിനാശേ, ഒരെണ്ണം കിട്ടിയല്ലോ. ഇന്നത്തെ മതി. അവൻ്റെ ഒടുക്കത്തെ കോർപ്പറേറ്റ്. കഷ്ടപ്പെട്ടൊരു ഓഫ് എടുത്തപ്പം അതിൽ പഠിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ഞാൻ അവനെ അയച്ചു കൊടുക്കും. ഒരു 3-4-5 പേരെ വിളിച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി പണിയെടുത്താൽ മതി. ഇങ്ങർക്ക് വേറെ പണിയൊന്നുമില്ല. കുറച്ച് മുമ്പ് വിളിച്ച് എണീപ്പിച്ച്, അത് കഴിഞ്ഞ് കയറിയോ എന്ന് ചോദിച്ചു. ഇപ്പം അത് പിന്നെയും ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഇല്ലത് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. 1-2 കോൾസ് വിളിച്ചു. കുറേ 2 പേരൊക്കെ ഇൻട്രസ്റ്റ് ആണ്, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ. ഓക്കെ. ശരി, ഞാൻ വിളിക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഐ വിൽ അപ്ഡേറ്റ്. യെസ് സാർ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലീവൊക്കെ ഉച്ച കഴിഞ്ഞ് ലീവ് കിട്ടുന്നത് അതായിരിക്കും നല്ലത്. ഇല്ല പിന്നെ വേണ്ട. സുഖം.
ഹലോ സാർ, ഈ 10-15 വരെ വിളിച്ചു സാർ. പിന്നെ കുറെ പേരൊക്കെ ഇൻട്രസ്റ്റ് ആണ്, നാളെ വന്ന് നോക്കാതെ എൻക്വയറി ഒക്കെ ചെയ്തിട്ടുണ്ട് സാർ. നാളെ വരും തീർച്ചയായിട്ടും. യെസ് സാർ. ഓക്കെ സാർ, ഞാൻ റിപ്പോർട്ട് അയച്ചേക്കാൻ കുറച്ച് കഴിയണം. ശരി സാർ. ഞാൻ വീട്ടിൽ കൊന്ന് കുഴിച്ചോളും സമയം. ജോലിയെ റിപ്പോർട്ടൊക്കെ സമയമായി. റിപ്പോർട്ട് അയക്കുന്നു. സെൻഡ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഒരു ഓഫ് കിട്ടിയിട്ട് ലീവ് എടുത്ത് വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ നിർത്തി എന്നെ ഇവന്മാർ പണിയെടുപ്പിച്ചു. സഹിക്കൂല. അവിനാശ് അവന് ഞാൻ പണിയുണ്ട്. ഹലോ സാർ, റിപ്പോർട്ട് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് സാർ. ഇപ്പം അയച്ചു സാർ. അയ്യോ, എക്സ്റ്റെൻഡ് ചെയ്യാനോ? സോറി സാർ, എനിക്ക് ഒന്ന് പുറത്ത് പോകണമായിരുന്നു, ഇന്ന് ഹോസ്പിറ്റലിൽ. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഓഫ് പറഞ്ഞത്, പനിയായിട്ട്. അപ്പം അവിനാശി ലീവ് എടുത്തത് കൊണ്ട്. ഓക്കെ സാർ, എക്സ്ട്രാ പേ തന്നാൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, വേറെ ഓഫ് ഞാൻ എടുക്കും. എനിക്ക് പനി വയ്യാത്തതുകൊണ്ട് നാളെ ഞാൻ ഓഫ് എടുക്കും. ശരി സാർ, ഞാൻ വെച്ചോട്ടെ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണമായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു സാർ. ഞാൻ പണി തരാം. മൈ കോർപ്പറേറ്റ് ലൈഫ്. എൻ്റെ ഫോൺ